നിലപാട് മാറ്റിയിരിക്കുകയാണ് പരാതിക്കാരി. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരായ പരാതി പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി പറയുന്നു. തനിക്കെതിരായ പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്നും പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തതിലുള്ള അമർഷം മൂലമാണ് ഇന്നലെ പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേസുമായി മുന്നോട്ട് പോകുമെന്നും SIT-യുമായി സഹകരിക്കുമെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം അവരുടെ ശബ്ദ സംഭാഷണം കേൾക്കും. കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാരണം എനിക്ക് ഇന്നലെ ഒരുപാട് വിഷമമുണ്ടായി. പോക്സോ കേസിന്റെ കാര്യത്തിൽ അത് 2-3 മാസം ആയല്ലോ. അപ്പൊ അത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഗവൺമെന്റ്. പുതിനൊന്നാം വെള്ളം കുടിക്കണം. തെറ്റ് ചെയ്യുന്നത് ചീത്ത പേര് കേട്ടേ പറ്റുള്ളൂ. നിരപരാധികളെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഇപ്പൊ ഈ പോക്സോ കേസിന്റെ കാര്യത്തിൽ ഇതുവരെ അതിനകത്ത് ആ കുട്ടിയുടെ കംപ്ലൈന്റിനകത്ത് ഞാൻ ഒരാളെ കൊന്നുന്നുണ്ട്, ഒരു ഡ്രൈവറിനെ കൊന്നു. അപ്പൊ അതൊക്കെ എന്താണ് അന്വേഷിക്കാത്തത്? അന്വേഷിക്കാത്തത് എന്ത്? അങ്ങനെ ആ കുട്ടി കള്ളം പറഞ്ഞെങ്കിൽ ആ കള്ളം പറഞ്ഞതിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല നമ്മുടെ ഗവൺമെന്റ്? ശരി, വിവരങ്ങളുമായി ദേവൻ MP ഉണ്ട്. ദേവൻ, ഇന്നലെയാണ് പറഞ്ഞത് താൻ പരാതി പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളത്. ഈ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെയാണ് നിലപാട് മാറ്റവും. എന്താണ് ഇതിന് പിന്നിൽ? സേതു, കഴിഞ്ഞ ദിവസമാണ് ഈ ആലുവ സ്വദേശിയായിട്ടുള്ള നടി മുകേഷ് MLA അടക്കം സിനിമാ മേഖലയിലെ 7 പ്രമുഖന്മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത്. താനൊരു ആരോപണം ഉന്നയിച്ചിട്ടും അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നും, ഒപ്പം തന്നെ തനിക്കെതിരായ ഒരു വ്യാജ കേസ് ഉണ്ടായിട്ടും അതിലും നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നും, അതിനാൽ തന്നെ അതിലൊരു അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നടി ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. എന്നാൽ ഈ പ്രതികരണം വന്നതിന് പിന്നാലെ തന്നെ കുടുംബത്തിൽ നിന്നടക്കം ഈ നടിക്ക് ഒരു വലിയ പിന്തുണ ഉണ്ടായി. മീഡിയയും ഒപ്പം തന്നെ സമൂഹമെല്ലാം തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നീട് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പരാതി പിൻവലിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ നടി വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. ഏതായാലും SIT-യിൽ ഈ ഒരു അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നടി ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം ഈ വ്യാജ പോക്സോ കേസ്, ഈ ഒരു കേസിൽ പ്രമുഖന്മാർക്കെതിരെ അടക്കം ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തനിക്കെതിരെ ഒരു വ്യാജ കേസ്, ഈ ഒരു കേസുകളുടെ എല്ലാം തന്നെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ട് വന്നതാണെന്നും ഈ ഒരു ആരോപണത്തിൽ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ലെന്നുമുള്ള ഒരു ഗൗരവമായ ഒരു ആരോപണമാണ് ഇപ്പോൾ നടി ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഈ പോക്സോ കേസിൽ കൃത്യമായ ഒരു പോലീസ് അന്വേഷണം നടക്കുന്നില്ല? പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് തന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല? അല്ലെങ്കിൽ ആ പരാതിയിൽ ഒരു കൊലപാതകമടക്കം ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട്, ഇതിലൊന്നും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. കോതമംഗലം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ അവിടെ അന്വേഷിക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കൗണ്ടർ പെറ്റീഷൻ നൽകിയിട്ടും അതിലും പോലീസ് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും അതിലൊന്നും തന്നെ തനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടി പറയുന്നത്. ഈ ഒരു വ്യാജ പോക്സോ കേസ് ആണെന്നാണ് നടി ആരോപിക്കുന്നത്. ഇതിൽ ഏകപക്ഷീയമായ ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വലിയ ഒരു മനപ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ നടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണമെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ആലുവ സ്വദേശിയായ നടി എത്തിയത്. ഈ ഒരു ആരോപണമെല്ലാം ഉന്നയിച്ചതിന് ശേഷം വിവിധ ഭാഗത്തു നിന്നും വലിയ ഒരു ഭീഷണിയെല്ലാം ഈ നടി നേരിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുമ്പോഴും തനിക്ക് വേണ്ട പിന്തുണ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നില്ല. സിനിമാ മേഖലയിലെ സംഘടനകളടക്കം. ശരി ദേവൻ, വ്യക്തമാണ്. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടി ഇനിയിപ്പോൾ പരാതിയൊന്നും പിൻവലിക്കുന്നില്ല, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് വീണ്ടും നിലപാട് മാറ്റി രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു.